ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതുവരെ നടന്നതല്ല, അതിനപ്പുറമാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എന്നത് സംബന്ധിച്ച വിവരങ്ങളാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചതായി വിവരം വന്നിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് അവരുടെ റിപ്പോർട്ടിൽ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതിനിടെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. അത് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരെ വീണ്ടും റിമാൻഡ് ചെയ്തു എന്നാണ്. ജനുവരി 15 വരെ പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസ് വഴിയാണ് കൊല്ലത്തെ വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവ്. ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നു. ശബരിമലയിലെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചതായി. നഷ്ടമായത് 7 പാളികളിലെ സ്വർണമാണ്. കട്ടിളപ്പാളികൾക്ക് മുകളിലെ ശിവരൂപം, വ്യാളി രൂപം എന്നിവ പതിപ്പിച്ചിട്ടുള്ള പ്രഭാമണ്ഡലത്തിലെ സ്വർണമാണ് നഷ്ടമായിരിക്കുന്നത്. കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, വലിയ തോതിലുള്ള സ്വർണ്ണക്കൊള്ള ശബരിമലയിൽ നടന്നിട്ടുണ്ട്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം നടത്തി അത് കടന്നു ചെല്ലുമ്പോൾ ശബരിമലയിൽ സാധ്യമായ സ്ഥലത്തു നിന്നെല്ലാം ഈ സ്വർണം അടിച്ചുകൊണ്ടു പോയിട്ടുണ്ട് എന്നാണല്ലോ ഇതുവരെ ലഭ്യമാകുന്ന വിവരങ്ങൾ. കട്ടിളപ്പാളി അത് ചെമ്പുപാളിയാക്കി സ്വർണം പൂശുന്നതിന് വേണ്ടി, സ്വർണം പതിപ്പിച്ച ആ പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുമ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകരുത് എന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് മാത്രമേ ഈ അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും വേണ്ടതുണ്ടെങ്കിൽ സന്നിധാനത്ത് വെച്ച് തന്നെ മാത്രമേ നടത്താവൂ എന്ന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് അനുമതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതർ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടുപോയി എന്നത് മാത്രമല്ല, കട്ടിളപ്പാളിക്ക് മുകളിലൊക്കെ സ്വർണം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും കൂടി അവിടെ നിന്നൊക്കെ എന്തെല്ലാം അടിച്ചുകൊണ്ടു പോകാമോ ആ നിലയിലുള്ള വലിയ തോതിലുള്ള കൊള്ള നടന്നിട്ടുണ്ട് എന്നല്ലേ SITയുടെ ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഷഫീദ്, ദിലീപ് കുമാർ, ഉറപ്പായിട്ടും അതായത് നേരത്തെ നമുക്ക് മുൻപിലുള്ള കൃത്യമായിട്ടുള്ള അളവ് എത്രത്തോളം സ്വർണം തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിനില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കേവലം ഏതെങ്കിലും ഭാഗം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവയിലൊക്കെ സ്വർണ്ണത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. ആ സ്വർണ്ണങ്ങൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. മാത്രവുമല്ല, ഈ കണ്ടെത്തൽ നിർണായകമാകുന്നത് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ അത് ഈ പരമാവധി സ്വർണം ശബരിമലയിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന കാര്യം. മാത്രവുമല്ല, ഈ വിഷയത്തിൽ ഇപ്പോൾ അത് പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്യുന്നതിനടക്കം ഇക്കാര്യത്തിലെ വിവരങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് SIT ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അപ്പോൾ മറ്റു ചിലരെയും ചോദ്യം ചെയ്ത ഘട്ടത്തിൽ, അതായത് മറ്റാളുകളെയും ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അവരിൽ നിന്ന് ചില വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കേവലം ദ്വാരപാലക ശില്പങ്ങളോ കട്ടിളപ്പാളികളോ അല്ല, പകരം ഏതാണ്ട് 7ഓളം പാളികളിലെ സ്വർണ്ണങ്ങൾ നഷ്ടമായിട്ടുണ്ട്. അത് ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് കട്ടിളപ്പാളിയുമായി ചേർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ പ്രഭാമണ്ഡലത്തിലെയും സ്വർണം നഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വ്യാപ്തി കുറച്ചുകൂടി കൂടുകയാണ്, അതല്ലെങ്കിൽ നഷ്ടമായിട്ടുള്ള സ്വർണത്തിന്റെ അളവ് കുറച്ചുകൂടി കൂടുകയാണ്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ഉദ്യോഗസ്ഥർക്കടക്കം അറിയാമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ലാതെ SITക്കും വ്യക്തതയില്ല. SIT ആ കസ്റ്റഡി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വിഷയങ്ങളിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, അതേപോലെ റുദ്ധം ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത് സൂചിപ്പിച്ചത്. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ആക്ച്വൽ സ്വർണ്ണമാണ് തെളിവെടുപ്പിനിടെ തിരിച്ചെടുത്തത് എന്നുള്ള കാര്യം അത് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, വരും ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർത്തയാകാൻ പോകുന്ന ഒരു വിവരം കൂടിയാണ്. അതായത് ഈ റുദ്ധം ജ്വല്ലറിയിൽ നിന്ന്, ബെല്ലാരിയിലെ റുദ്ധം ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്ത 470 ഗ്രാം സ്വർണ്ണമോ അതല്ലെങ്കിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പിടിച്ചെടുത്ത 103 ഗ്രാം സ്വർണ്ണമോ അത് ശബരിമലയിൽ നിന്ന് ഇവർ എടുത്തിട്ടുള്ള സ്വർണ്ണത്തിന്റെ യഥാർത്ഥ സ്വർണ്ണരൂപമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പകരം തുല്യമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള സ്വർണ്ണം എന്നാണ് അന്വേഷണ സംഘം ആ കസ്റ്റഡി റിപ്പോർട്ടിലും പറയുന്നത്. അപ്പോൾ 8-ാം തീയതി VSSയിൽ നിന്നുള്ള പരിശോധനാ ഫലത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം അത് ഇതല്ല എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പാളികൾ ബാംഗ്ലൂരിലെത്തി അവിടെ നിന്ന് ഹൈദരാബാദിൽ സൂക്ഷിച്ച ശേഷം ഹൈദരാബാദിൽ നിന്നൊരു പ്രത്യേക മൗൾഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് മൗൾഡ് ഉണ്ടാക്കി, അതിലാണ് പിന്നെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശിയത് എന്നുള്ള SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തലിന് ഒരു അടിസ്ഥാനം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണങ്ങൾ കവർന്നുകൊണ്ടുപോയ കേസ് എന്നതിനപ്പുറത്തേക്ക് ശബരിമലയിലെ ആരാധനാലയയുടെ ഭാഗമായിട്ടുള്ള അതല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പാളികൾ തന്നെ കവർന്നെടുത്തു പോയൊരു കേസായി ഇതിനെ കാണേണ്ടി വരും. ഏതായാലും അതിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കൂടുതൽ സ്വർണ്ണങ്ങൾ ലക്ഷ്യമിട്ടിരുന്നു, അവർ അതിനുള്ള നീക്കം നടത്തിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ SIT തന്നെ കണ്ടെത്തലായി കോടതിയിൽ കസ്റ്റഡി അപേക്ഷയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ദിലീപ് കുമാർ.
ഷഫി തുടരുക. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ തന്നെയാണ് ഇക്കാര്യമുള്ളത്. ശബരിമലയിൽ പ്രഭാമണ്ഡലം പൊതിഞ്ഞ സ്വർണ്ണപ്പാളിയും കൊള്ളയടിച്ചു എന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രഭാമണ്ഡലം എന്ന് പറയുന്നത് ശ്രീകോവിലിൻ്റെ കട്ടിളയ്ക്ക് മുകളിലായാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ പ്രഭാ വലയം അത് അലയടിക്കുന്ന ആ പ്രഭാമണ്ഡലമുള്ളത്. ആ പ്രഭാമണ്ഡലത്തിന് മുകളിൽ അതായത് ഈ കട്ടിളയ്ക്ക് മുകളിലായുള്ള ഈ പ്രഭാമണ്ഡലത്തിൽ അവിടെ ശിവന്റെ രൂപം, വ്യാളി രൂപം ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രഭാമണ്ഡലമാണത്. ആ പ്രഭാമണ്ഡലത്തിലാണ് ഈ കൊള്ളക്കാർ കൈവച്ചിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ദശാവതാരങ്ങൾ ആലേഖനം ചെയ്ത 2 ചെമ്പുപാളികൾ, രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത 2 പാളികൾ, കട്ടിളയിലെ മുകൾ പടിയിലെ പാളി എന്നിവയിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണവും കട്ടതായി ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാവുകയാണ്. അങ്ങനെ കാണുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ശബരിമലയിൽ സ്വർണം കട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഈ സംഘം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളയിലും പൊതിഞ്ഞ സ്വർണം നേരത്തെ അടിച്ചുകൊണ്ടുപോയി എന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിൻ്റെ വസ്തുതകളാണ് വന്നുകൊണ്ടിരുന്നത്. അക്കാര്യത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി. പ്രഭാമണ്ഡലത്തിലെ സ്വർണ്ണപ്പാളികൾ കൂടി കടത്തിയതായുള്ള കൊള്ളയടിച്ചതായി വിവരം വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.